ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണേ. മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ഇന്ന് തോടുള്ള ഉഴുന്നാണ് കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ നല്ലോണം കഴുകിയതിന് ശേഷം അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് ഈർപ്പമൊക്കെ ഒന്ന് മാറ്റിയെടുത്ത ഉഴുന്നാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാനിലോട്ട് ഇട്ടതിന് ശേഷം അത് നല്ലോണം അങ്ങ് വറുത്ത് കൊടുക്കാമേ. ചെറുതായിട്ട് അതിൻ്റെയൊക്കെ നിറം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റാം. അപ്പോൾ ഞാൻ ഇവിടെ തോടുള്ള ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് തോടില്ലാത്ത ഉഴുന്ന് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം അതും ഇതേപോലെ ഒന്ന് വറുത്തെടുത്താൽ മതിയേ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കണ്ടല്ലോ, അപ്പോൾ ഇവിടെയൊക്കെ നിറമൊക്കെ നല്ലോണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാമേ. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് ഉഴുന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിനി മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അതോ ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം. പച്ചരിയോ അല്ലാത്ത എന്ത് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത ഒരു അരിയാണ് കേട്ടോ. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 1/2 കപ്പ് ഉഴുന്നിന് 2 ടേബിൾ സ്പൂൺ അരിയാണ് കേട്ടോ. അത് ഇട്ട് നല്ലോണം അങ്ങ് വറുത്തെടുക്കാം. അരിയൊക്കെ ഒന്ന് വലുതായി അതിൻ്റെ ആ ഒരു നല്ലോണം വെള്ള കളറായി വരില്ലേ, ആ സമയം നമുക്ക് അതങ്ങ് മാറ്റാമേ. അപ്പോൾ ഞാൻ രണ്ടും വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എത്രത്തോളം പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല രീതിയിൽ നമുക്കിതങ്ങ് പൊടിച്ചെടുക്കാമേ. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഉഴുന്നും അരിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം അങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം പൊടിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പൗഡർ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിവിടെ നമുക്കൊരു കണ്ടെയ്നറിനകത്താക്കി നമുക്കിത് സൂക്ഷിക്കാം. ഇത് നമുക്ക് ആവശ്യാനുസരണം നമ്മൾ 1-2 ടേബിൾ സ്പൂൺ എടുത്ത് നമ്മൾ കലക്കി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. നമുക്ക് ഈ പൊടി ഒരു ബോക്സിനകത്തിട്ട് സൂക്ഷിച്ചു വെക്കാം കേട്ടോ. വെള്ളമൊന്നും നനയാതെ സൂക്ഷിച്ചു വെച്ചാൽ മതിയേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പാത്രം എടുത്ത് അതിലേക്ക് ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് 2 കപ്പിന് കണക്കാക്കിയാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പൊടി എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം അതങ്ങ് കുഴച്ചെടുക്കാമേ. കണ്ടല്ലോ, അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം അതങ്ങ് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് അത് നല്ലോണം അതങ്ങ് ലൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് അതങ്ങ് ഉടച്ചെടുക്കാനായിട്ട് സാധിക്കേ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പറഞ്ഞല്ലോ കുറച്ചൊരു വെള്ളം ഒഴിച്ച് നമുക്ക് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലോണം അതങ്ങ് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാമേ. അപ്പോൾ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടിയുടെ ആ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കലക്കിയതിന് ശേഷം ഈ വെള്ളത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലോണം അങ്ങ് ഇളക്കി കൊടുക്കാം. ആദ്യം ചെറുതായിട്ട് നല്ല ലൂസായിട്ടായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ അതങ്ങ് കട്ടിയാകാനായിട്ട് തുടങ്ങുവേ. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കിതിലേക്ക് എത്ര പൊടികൾ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ടിയാകാൻ തുടങ്ങിയ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ആഡ് ചെയ്യുന്നത്. 4 ടേബിൾ സ്പൂൺ ശർക്കര ഒരു നോർമൽ മധുരമായിരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിലും 1-2 ടേബിൾ സ്പൂൺ മധുരം ആഡ് ചെയ്യാമേ. അപ്പോൾ ശർക്കര എല്ലാം നല്ലോണം ഒന്ന് ഉരുകിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ തേങ്ങ തിരകിയത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ തിരകിയതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 ടീസ്പൂൺ തേങ്ങ തിരകിയത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കട്ടി എത്ര വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഇനി നമുക്ക് കുറച്ച് ലൂസായിട്ട് ഒന്ന് കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതേ കണക്കിന് നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. ഇല്ല നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കട്ടിയാക്കി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടതെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അത് നല്ല കട്ടിയായി തന്നെ വരുവേ. അപ്പം ഞാൻ ഇവിടെ ഈ പരുവത്തിൽ നമ്മൾ ഇതങ്ങ് ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഓഫ് ചെയ്യുന്നതാകുമ്പോൾ നമുക്ക് ഒന്ന് കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ തേങ്ങാ കൊത്തൊക്കെ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഇടയ്ക്കൊക്കെ തേങ്ങ ഒന്ന്
കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം എന്താ ഇത് ഈ കൺസിസ്റ്റൻസിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ചുകൂടെ തിക്ക് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയേ. അപ്പം ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് 2 ഗ്ലാസ്സിലോട്ട് മാറ്റുന്നുണ്ട്. ആണല്ലോ, നമുക്കിതാ ഇതേപോലൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാക്കി തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ട് എടുക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി നിങ്ങൾക്ക് ഇതിനോടൊപ്പം വേണമെങ്കിൽ കുറച്ച് കിസ്മിസോ കാഷ്യൂനട്ടോ എന്തെങ്കിലും നെയ്യിലൊന്ന് വറുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്കതങ്ങ് കുടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നമ്മൾ ഈ പൗഡർ ഒന്ന് തയ്യാറാക്കി വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ജസ്റ്റ് വെള്ളം ഒന്ന് കലക്കിയെടുത്ത് ഈ മധുരം നമ്മൾ ആവശ്യത്തിനുള്ള ശർക്കരയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.